Hello guys, welcome back to my channel. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് കേരള ലഞ്ച് മെനുവിന്റെ ദിവസമാണ്. ഇന്ന് 57ാമത്തെ മെനുവാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ മെനുവിൽ രണ്ട് വെജിറ്റേറിയൻ ഡിഷസ് ആണ്. ഒന്ന് വറുത്തരച്ച ഒരു മത്തങ്ങയും കൊണ്ടുള്ള സാമ്പാർ, പിന്നെ വൻപയറും കായയും കൂടിയുള്ള ഒരു മെഴുക്കുവരട്ടി, പപ്പടം സാലഡ് ഒക്കെ വെച്ചൊരു സിമ്പിൾ മെനു റെഡി ആയിട്ട് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് സാമ്പാറിനുള്ള അരപ്പുണ്ടാക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ, മല്ലി, ഉലുവ, ഉഴുന്നും പരിപ്പ്, ചെറിയുള്ളി, ചുവന്ന മുളക്, കരിവേപ്പില ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് മല്ലി ചോക്കുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. അത് വറുത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങ ചേർത്തിട്ട് തേങ്ങയിൽ നിന്നും ചോക്കുന്നവരെ വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കായപ്പൊടി ചേർത്തിട്ട് തണുപ്പിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ വെണ്ണ പോലെ അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് മസാല മാറ്റി വയ്ക്കാം. ഇവിടെ ഞാൻ തോരപ്പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് മത്തങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മത്തൻ വേകുന്നവരെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇതിനെ അടുപ്പത്ത് വെച്ച് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മത്തങ്ങയൊക്കെ വെന്ത് പരിപ്പൊക്കെ മിക്സായി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സ്റ്റേജിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനി ഒന്നുകൂടി നന്നായിട്ട് തിളച്ച് വരട്ടെ. സാമ്പാർ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി കടുക്, ഉലുവ, മുളക്, കരിവേപ്പിലയും വറുത്തിടാം. കായപ്പൊടിയും കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിനായിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ കരിവേപ്പില ചേർത്ത് ചെറിയുള്ളിയും ഇഞ്ചിയും ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഉള്ളി ചുവന്ന് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കായ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി കായ വേകാൻ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേകാൻ വെക്കാം. ഈ കായ വെന്ത് വരുമ്പോൾ നമ്മൾ വെൻപയർ പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ പ്രഷർ കുക്ക് ചെയ്തത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം കുറച്ച് മുളക്, ഇടിച്ച മുളകില്ലേ, അത് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കായും പയറൊക്കെ ഒന്ന് വെന്ത് വരുന്ന വരെ കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയായി. അപ്പോൾ ഈ സിമ്പിൾ റെസിപ്പീസ് നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നവരെ ബൈ.